ഓ അത് ഇനി സാധിച്ചൊന്നും വരത്തില്ല. അങ്ങനെ അങ്ങ് തീർത്ത് പറയാതെ, ഞാൻ വിചാരിച്ചാലും വല്ലതുമൊക്കെ നടക്കും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ. സാറേ, ഞങ്ങള് പള്ളിയിലോട്ട് പോവുകയാണ്. വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരും. നിങ്ങൾ പോയേച്ചോന്നാ. വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അലർജിയാ കേട്ടോ കുഞ്ഞമ്മേ. അതല്ലേ സാറിനെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകാത്തത്. പിന്നെ കുഞ്ഞമ്മേ, അതവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് കൊടുത്താട്ടെ. എനിക്ക് ചാക്കയിൽ അങ്ങ് വെച്ചാ മതി. കുഞ്ഞമ്മേ, കട കടച്ചേ. നീ ഒരു മിടുക്കിയ. നിന്നെ കണ്ട അന്ന് മുതൽ തുടങ്ങിയതാ എനിക്കൊരു സ്നേഹം. ഓ, ഇത്ര ധൃതി എന്തുവാ? ഈ കോട്ടും കളസൊക്കെ നൂരിട്ട ഇതാണ് എന്റെ നൈറ്റ് ഡ്രസ്. എങ്ങനെ ഇരിക്കുന്നു? വളരെ നന്നായിട്ടുണ്ട്. പേടിക്കണ്ട, എന്റെ ഇളയമ്മയാ. അവരെല്ലാത്തിനും കൂടുന്ന കൂട്ടത്തില. അയ്യോ, ഇളയമ്മയുടെ എപ്പോ വന്നു? കൂടണ്ടായോ? ഞാൻ ഒറ്റയ്ക്ക് പോന്ന്. അതെ, നീ എന്തോടെ കാണിക്കുന്ന കാര്യം? എന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കന. എന്റെ ഉടമ്പുരാനെ, ഈ വേഷത്തിൽ എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്നിട്ടാണോ നീ ഇങ്ങനെ ഒരുങ്ങി മാറിയിരിക്കുന്നത്? അതേറെ ഇരുത്തി കൂടെ സൽക്കരിക്ക്. അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യ. പിന്നെ ഇത്രയും തടി പോലായിട്ട് പറഞ്ഞൂടെ? കഴിക്കുന്നേ അത്തമ്പള്ളിക്കാര തോമാറ്റ പൊന്നുമരി മകനെ. നീ എന്തുവാടി നോയിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ പെരുന്നാൾ കൂടാൻ കരുതി തന്നെയാ വന്നത്. നീ ഇതേ ഇച്ചിരി ഒഴിച്ചങ്ങ് കൂടെ ചെയ്യാൻ. അതേ മാട്ടെ. ആ, ഇങ്ങോട്ടോട്. ആ, താണ്ട് ഇതങ്ങോട്ട് കുടിച്ചോണ്ടോട്ടെ. ആ, അയ്യോ, ഇത് മണ്ണനെ. അയ്യോ, എന്ത് തന്നാലും മണ്ണെണ്ണ ആണെങ്കിൽ കുടിച്ചാൽ ുള്ള കാലം ഈ അടിച്ചിട്ടാണ്. എന്നാലും എന്റെ നിനക്ക് വേണ്ടി ഞാൻ ഈ വേഷമല്ല ഏത് വേഷം കണ്ടില്ല. എന്റെ തക്ക ഐറ്റാണ് ഈ വഴുത്ത് ഓടിയെന്താണ്. നിങ്ങൾ പള്ളി പോയില്ലായിരുന്നു? അയ്യോ, ഇതാ നാട്ടുകാരി ഇളവമ്മയാ. നാട്ടുകാരി ഇളവമ്മേ. സത്യം പറഞ്ഞ നിങ്ങളാരാ? ഞാനുണ്ടല്ലോ ഉമ്മച്ചടാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ പാവം പിടിച്ച പെണ്ണിനെ ഐസക് സാറിന്റെ പള്ളിക്ക് വെച്ചിട്ടാ നോക്കി, ഇല്ലയോ? അവളിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് സഹിക്കുന്നില്ല. പാടി പെണ്ണ, ഞങ്ങളെ വെടിക്കെട്ടും കണ്ട് പെരുന്നാളും കൂടി നാളെ രാവിലെ ഇവളുടെ കഴുത്തിലൊരു മിന്നും കെട്ടി വീട്ടിലോട്ട് പോകും. എന്റെ കർത്താവെ, മണ്ണും ചാരി ഇരുന്നവൻ പെണ്ണും കൊണ്ടുപോയി പോയവൻ പോട്ടെ. നീ മനപ്രയാസം ഒന്ന് തീർക്കാൻ. അമ്മച്ചി, പള്ളിപ്പറമ്പിലെ സാറാമ്മ അമേരിക്കയിലേക്ക് പോകുന്നു നഴ്സിംഗ് പഠിക്കാൻ. ആരുടെ കൂടെ പോകുന്നു? അമേരിക്കയിൽ നിന്ന് വന്ന് അവരുടെ ചേട്ടത്തിയുടെ കൂടെ. അമ്മച്ചി, ഞാൻ കൂടി പോയിക്കൊള്ളട്ടെ? ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം അമ്മച്ചി. ബാങ്കിൽ ഇനി കുറച്ചു രൂപയല്ലേ ബാക്കിയുള്ളൂ. നമ്മളിങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും? ജോലി ചെയ്യാതെ ജീവിക്കാൻ ഒക്കാത്ത ഒരു ചുറ്റുപാടിലായിട്ടുണ്ട് നമ്മൾ. പക്ഷേ നീ എന്നെ വിട്ടിട്ട് പോയാൽ ദൈവം അമ്മച്ചിയുടെ കൂടെ ഉണ്ടാവും. പാസ്പോർട്ടിനും മറ്റും കുറച്ച് രൂപ വേണ്ടിവരും. ബാക്കിയുള്ളത് വല്ല മഠത്തിലും കൊടുത്താൽ അമ്മച്ചിക്ക് അവിടെ താമസിക്കാം. സാറാമ്മ എന്നെ കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു.
പക്ഷേ ഒരു വിഷമമേ ഉള്ളൂ. എന്താ? പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ ഭർത്താവിന്റെ കത്തുകൂടി വേണം. അല്ലെങ്കിൽ വിവാഹമോചനം നേടണം. ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ലെന്നും പലരുടെയും നിർബന്ധം കൊണ്ട് നടത്തിയ വിവാഹമാണെന്നും കാണിച്ച് മെത്രാച്ചൻ അപേക്ഷ അയച്ചാൽ വിവാഹബന്ധം വേർപെടുത്തി കിട്ടിയേക്കും. വിവാഹമോചനം കിട്ടുമെങ്കിൽ ഏത് നിലയിലും നല്ലതാണ്. മോളെ, ഈ വിവരം കാണിച്ച് ഔസേപ്പച്ചന് കത്തയക്കും. ശരി അമ്മച്ചി, ഇപ്പൊ തന്നെ എഴുതിയേക്കാം. എങ്ങനെയെങ്കിലും വിവാഹബന്ധം വേർപെടുത്തി തരണമെന്ന് റോസിൽ എഴുതിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ വിവാഹബന്ധം വേർപെടുത്തി തന്ന് അപ്പച്ചൻ ഞങ്ങളെ സഹായിക്കണം. മെത്രാനച്ഛനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ തന്നെ ഉമ്മച്ചിനെയും സാറാമ്മയും കൂട്ടിക്കൊണ്ടുപോയി ഐസക് സാറിനെ കണ്ട് ഈ കല്യാണം ഉറപ്പിക്കണം. സണ്ണി ഉമ്മച്ചനെയും കൊണ്ട് പൊയ്ക്കൊള്ളട്ടെ. ഇതൊന്നും ഞാനില്ല. വേണ്ട വേണ്ട, ഞാൻ ഉമ്മച്ചനെ പറഞ്ഞയച്ചോളാം. മോളെ ഡാഡി ഇവിടെ ഉണ്ടല്ലോ. ഉമ്മച്ചി പേടിക്കാൻ നിൽക്കുന്നു. ഉമ്മച്ചിന് ഐസക് സാറിനോട് ഒന്നും മിണ്ടണ്ട. എന്നെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കോളാം. എനിക്ക് ഐസക് സാറിനോട് സംസാരിക്കാൻ പേടിയാ. പേടിക്കേണ്ട ആവശ്യമൊന്നും. ഒരു രഹസ്യം പറയാനുണ്ട്. രഹസ്യം? ഒന്ന് ഇങ്ങോട്ട് വന്നാൽ. എടാ പോവാ, നിന്റെ പെമ്പിള എനിക്കിട്ട് വയ്ക്കുമോ? അവള് എനിക്കിട്ട് വെച്ചാലും ഉമ്മച്ചിനിട്ട് വെക്കില്ല. കല്യാണം ബിസിനസ് അല്ല. നോ മിസ്റ്റർ ഉമ്മച്ചൻ, നിങ്ങൾ വന്ന കാര്യം താറാവ് പറഞ്ഞു. എനിക്ക് സമ്മതമാണ്. ഐ ആം ഹാപ്പി. താറാവ് പറഞ്ഞു തുക കുറയ്ക്കണമെന്ന്. മാരേജ് ഈസ് നോട്ട് എ ബിസിനസ്. തുക കുറയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത എല്ലാ തുകയും തരും, കാറും തരും, ഉദ്യോഗവും തരും. ഐസക് സാറ് വളരെ സന്തോഷം കേട്ടോ. ഇനി എല്ലാം സാറ് പറയുന്ന പോലെ. ഐസക് സാറെ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, സാർ അങ്ങ് ക്ഷമിച്ചേക്കണം. ഡോണ്ട് വറി. സണ്ണിയുടെ വിവാഹബന്ധം വേർപെടുത്തിയിട്ട് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ ഉമ്മച്ച. കുടിക്കാൻ എന്തെങ്കിലും? ബൈ. നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം അന്നേ വേണ്ട. വിസ്കി ഇനി മാരേജ് കഴിഞ്ഞിട്ട്. എന്നാ ഞങ്ങള് പോയി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്ന് വിസ്കി കുടിച്ചോളാം.